ഇവിടെ വരെ ഇന്നത്തെ ചോദ്യം, രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നിന്റെ പാപങ്ങളെ ദൈവം എന്തു ചെയ്യും ആണ് ഒന്നാമത്തെ ചോദ്യം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? നിന്റെ പാപങ്ങളെ എന്ത് ചെയ്യും? നിന്റെ പാപങ്ങളെ ദൈവം എന്തു ചെയ്യും? നമുക്ക് വല്ല പാപമുണ്ടോ? അതിനെ ദൈവം എന്തു ചെയ്യും? രണ്ട്, മറ്റുള്ളവരുടെ പാപങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എന്താണ് രണ്ടാമത്തെ ചോദ്യം? മറ്റുള്ളവരുടെ പാപങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ദൈവം എന്റെ പാപങ്ങളെ എന്ത് ചെയ്യുന്നു? വചനം പറയുകയാണ്, ദൈവം നമ്മുടെ പാപങ്ങളെ ചവിട്ടി അരക്കും, എന്നിട്ട് ആഴിയുടെ അഗാധങ്ങളിലേക്ക് അത് എറിയും, തൂത്തെറിയും എന്ന് പറയുകയാണ്. എന്താണ് കടലിലേക്ക് എറിഞ്ഞാലുള്ള ഗുണം? ആഴിയുടെ അഗാധങ്ങളിലേക്ക് അവിടുന്ന് നമ്മുടെ പാപങ്ങളെ തൂത്തെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോയി എടുക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. അതുപോലെ നമ്മൾ കടലിലേക്ക് എന്തെങ്കിലും എറിയുന്നത് വേറൊരു ദിവസം വന്നെടുക്കാന്ന് വിചാരിച്ചിട്ടാണോ? അത് ഒരു അവസാനത്തെ ഏറാണ്, പിന്നെ അതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കണ്ട. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അതുപോലെയാണ് നമ്മുടെ പാപങ്ങളെ ആഴിയുടെ, അത് ചവിട്ടി അരച്ച് ആഴിയുടെ, നമ്മൾ പറയില്ല, ചവിട്ടിക്കൂട്ടി ആഴിയുടെ അഗാധങ്ങളിലേക്ക് ദൈവം നമ്മുടെ പാപങ്ങളെ തൂത്തെറിയുകയാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ദൈവം ഒരു സങ്കടം വരുന്ന ദിവസം, അല്ലെങ്കിൽ നമ്മൾ വിഷമിപ്പിക്കുന്ന ഒരു ദിവസം അത് പോയി എടുത്തുകൊണ്ട് വരാന്ന് വിചാരിക്കുകയില്ല. ഇനി അപ്പൊ ഒന്നാം ഭാഗം കഴിഞ്ഞു. രണ്ടാം ഭാഗം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. മറ്റുള്ളവരുടെ പാപങ്ങളെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എവിടെയാണ് തൂത്തെറിയുന്നത്? എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? നമ്മൾ ക്ഷമിച്ചിട്ട് എവിടെയെങ്കിലും ഒരു സൈഡിൽ സൂക്ഷിച്ചു വെക്കും, എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുക്കാന്ന് പറയാം. അപ്പോൾ ദൈവം തൂത്തെറിയുന്നത് പോലെ മറ്റുള്ളവരുടെ പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും, അവൻ എന്നോട് അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിരുന്നു എന്ന ഒരു ചിന്ത പോലും നമ്മൾ തൂത്തെറിയുമ്പോഴാണ്, വലിച്ചെറിഞ്ഞതിന് വേറൊരു സമയത്ത്, അതായത് ഒരു ഭർത്താവിനൊരു തെറ്റുപറ്റി 10 കൊല്ലം മുമ്പാണ്. ഒരു ഫോൺ വിളി, ബുദ്ധിമുട്ടുള്ളൊരു ഫോൺ വിളി ഉണ്ടായിരുന്നു. 10 കൊല്ലം കഴിഞ്ഞ് തല്ലു പിടിച്ചപ്പോ ഭാര്യ പറയാണ്, താൻ അന്ന് അങ്ങനെ ചെയ്തില്ലേ, തൂത്തെറിഞ്ഞതാണ്, മൂലക്ക് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ആവശ്യം വന്നപ്പോ എടുത്തു. അതുപോലെയല്ല, തൂത്തെറിയുകയാണ്. ദൈവം തൂത്തെറിയുന്നത് പോലെ നമ്മളും തൂത്തെറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തെ പോലെ ആകുന്നത്. കൈയടിച്ച് കർത്താവ്. അതൊരു കൃപയാണ്, അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. നമ്മളുടെ സ്വഭാവം എന്താണ്, അത് ഓർത്തിരിക്കുക എന്ന ഒരു കാര്യമാണ്. നമ്മൾ പലതും മറന്നാലും, നല്ല കാര്യങ്ങൾ, മറ്റുള്ളവർ നമ്മളോട് ചെയ്തിട്ടുള്ള പല നല്ല കാര്യങ്ങൾ മറന്നാലും അത് മറക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളോട് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ദ്രോഹങ്ങൾ മറക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അത് നമ്മളുടെ ഒരു സ്വഭാവമാണ്, സ്വാഭാവിക പ്രവണത എന്നാണ് അതിനെ പറയുന്നത്. അതിൽ തെറ്റില്ല, പക്ഷെ അതൊരു സ്വാഭാവിക ജീവിതമാണ്. പക്ഷെ നമുക്ക് ഈ അൾത്താരയിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? സ്വാഭാവികമായ കൃപയാണോ അതിസ്വാഭാവികമായ കൃപയാണോ? നാച്ചുറൽ ഗ്രേസ് അല്ല, സൂപ്പർ നാച്ചുറൽ ഗ്രേസ് ആണ് നമ്മൾ ഈ അൾത്താരയിൽ നിന്ന് സ്വീകരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറ്റും? സ്വാഭാവികമായി ജീവിക്കാതെ അതിസ്വാഭാവികമായി ജീവിക്കാൻ സൂപ്പർ നാച്ചുറൽ ഗ്രേസ്, അത് ജീവിക്കാനുള്ള ഒരു ശക്തിയാണ് നമുക്ക് ഈ അൾത്താരയിൽ നിന്ന് കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഹിതമനുസരിച്ച്, പരിശുദ്ധ അമ്മ ദൈവഹിതമനുസരിച്ച് ജീവിച്ചതുപോലെ ഈശോ നമ്മെ കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കാം. അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ കുടുംബത്തിലെ അംഗങ്ങളായി മാറുന്നത്, ഈശോയുടെ ബന്ധുക്കളായി മാറുന്നത്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈ പ്രഭാതത്തിൽ നമുക്ക് അനുദപിക്കാൻ. നമ്മുടെ തന്നെ പാപങ്ങളുണ്ട്, മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകൾ, ക്ഷമിക്കാതെ പോയ ആ അവസരങ്ങൾ, അതും നമ്മുടെ പാപങ്ങളിൽ തന്നെ പെടുന്നൊരു കാര്യമാണ്. നമുക്ക് അനുദപിക്കാം.
ഈശോ ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ തൂത്തെറിയുന്നതിനെ ഓർത്ത് നന്ദി, ഹൃദയത്തിൽ നന്ദി പറഞ്ഞ് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ ഈശോനാമം വിളിച്ച് നമുക്കിപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തുവാല കൊണ്ട് ഈശോയുടെ തിരുമുഖം തുടയ്ക്കുകയാണ്. നമ്മളെ ആത്മാവിൽ ഈശോ തന്റെ തിരുമുഖം പതിപ്പിച്ചു തരികയാണ്. ഈശോയേ, 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 ഈശോയേ.